പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ അഖിൽ മഞ്ചേരി. എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ KT മുഹമ്മദ് രചിച്ച ഖൽബിലെ നിലാവ് എന്ന് പറയുന്ന സിനിമാ ഗാനത്തിൻ്റെ അല്ലെങ്കിൽ നാടക ഗാനത്തിൻ്റെ ചോദ്യ ഉത്തരങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. കുട്ടികൾ കൃത്യമായി ശ്രദ്ധിക്കുക. ഈ പാഠഭാഗത്തിൻ്റെ ആശയം ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ കൃത്യമായ രീതിയിൽ ആ ക്ലാസ്സുകൾ കാണുക. തുടർന്ന് ഈ ചോദ്യ ഉത്തരങ്ങൾ കൂടി മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് നേരിട്ട് പാഠഭാഗത്തിൻ്റെ ചോദ്യ ഉത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഗാനത്തിൽ നായകൻ്റെ കാത്തിരിപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? കണ്ടെത്തി എഴുതുക. നമുക്കറിയാം എങ്ങനെയാണ്. രണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നായകൻ്റെ കാത്തിരിപ്പ് ഗാനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഒന്ന്, കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ തരിച്ചു പോയി എന്നിടത്തും കൺമണിയെ കാണുവാനായി കൺ കൊതിച്ചു പോയി എന്നുള്ളിടത്തുമാണ് കൃത്യമായ രീതിയിൽ നായകൻ്റെ കാത്തിരിപ്പ് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ. ഇതുപോലെയുള്ള മനോഹരമായ പ്രയോഗങ്ങൾ ഗാനത്തിലുണ്ടല്ലോ. ഇത്തരത്തിൽ പ്രകൃതിയെയും നായികയെയും അവതരിപ്പിക്കുന്ന വർണ്ണനകളുടെ ഭംഗി കണ്ടെത്തി വിശകലനം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഉത്തരം ശ്രദ്ധിക്കുക. ഒന്ന്, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ. നായിക താമരപ്പൂങ്കാവനത്തിലാണ് താമസിക്കുന്നത് എന്നും അവളും താമരപ്പൂ പോലെ സുന്ദരിയാണ് എന്നും കാമുകൻ പറയുന്നു. ഇവിടെ പ്രകൃതിയും നായികയും ഇണങ്ങി നിൽക്കുന്നു. രണ്ട്, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ. അതായത് പഞ്ചവർണ്ണ പൈങ്കിളിയെ കാണാൻ നല്ല ഭംഗിയാണ്. ആ ഭംഗിയുടെ പങ്ക് പറ്റുന്ന തരത്തിൽ സുന്ദരിയാണ് നായിക. അതായത് പഞ്ചവർണ്ണ പൈങ്കിളിയേക്കാൾ മനോഹരയാണ് നായിക എന്നാണ് നായകൻ പറയുന്നത്. മൂന്ന്, പൂക്കളിൽ പൂറാണിയായി കാത്തു നിൽക്കുന്നോളെ. പൂക്കളുടെ ഇടയിൽ മനോഹരിയായി റാണിയായി നായിക പൂത്ത് വിടർന്നു നിൽക്കുന്നു എന്ന് കാമുകൻ പറയുന്നു. അടുത്ത ചോദ്യം: നാടകങ്ങളിലും സിനിമകളിലും ഗാനം അനിവാര്യമാണോ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സംവാദം സംഘടിപ്പിക്കുക. നിങ്ങളുടെ സ്കൂളുകളിൽ ക്ലാസ് മുറികളിൽ കൃത്യമായ രീതിയിൽ സംവാദം സംഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ പ്രധാനമായി 4-5 പോയിന്റുകൾ അനുകൂലമായും പ്രതികൂലമായും പറയുന്നു. കുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, കൃത്യമായ രീതിയിൽ എഴുതിയെടുക്കുക. അതായത് നാടകങ്ങളിലും സിനിമകളിലും ഗാനം അനിവാര്യമാണ് എന്നതിന് പറയുന്ന ഉദാഹരണം ശ്രദ്ധിക്കുക. നാടകം, സിനിമ എന്നിവയിൽ ഗാനം അവിഭാജ്യ ഘടകമാണ്. അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്നത് ഒന്നാമത്തെ വാദം. ഗാനം കൊണ്ട് ശ്രദ്ധേയമായ ഒരുപാട് സിനിമകളുണ്ട്. നമുക്കറിയാം ഒരുപാട് സിനിമകൾ നമ്മൾ ഓർമ്മിക്കുന്നത് അതിലെ പാട്ട് കൊണ്ടാണ്. 3, കാലങ്ങളെ ഇണക്കി ചേർക്കാൻ പാട്ടുകൾക്കാകുന്നു. ഇവിടെ തുടർച്ചയായി ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സമയങ്ങൾ ആവശ്യമായി സീനുകൾ കൊണ്ട് രൂപപ്പെടുത്തേണ്ടുന്ന ഭാഗത്തിന് കൃത്യമായി ഒരു പാട്ടിൽ ഉൾച്ചേർത്ത് കഴിഞ്ഞാൽ വലിയ സമയദൈർഘ്യത്തെ നമുക്ക് കുറയ്ക്കാനായി സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടി ജനിച്ച് വളരുന്ന വലിയ ഒരു അവസരത്തിനെ അല്ലെങ്കിൽ വലിയ ഒരു കാലഘട്ടത്തിനെ കാണിക്കാനായി ഒറ്റ പാട്ടുകൊണ്ട് തന്നെ സിനിമയിൽ സാധ്യമാവുന്നു എന്നുള്ളതാണ് പാട്ടുകൊണ്ടുള്ള പ്രത്യേകത. അടുത്തത് വിനോദോപാധിയാണ്. നമുക്കെല്ലാവർക്കും ആസ്വദിക്കാവുന്നതാണ് ഗാനം. അവസാന പോയിന്റ്: സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ആ സിനിമയെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ പാട്ടുകൾ സഹായിക്കുന്നു. നമുക്കറിയാം ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ആദ്യമായി അതിൻ്റെ ഓഡിയോ റിലീസ് ഇറങ്ങും. ഓഡിയോ റിലീസിന് ശേഷമാണ് സിനിമ പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഓഡിയോ റിലീസ് വന്നു കഴിഞ്ഞ പാട്ട് വൻ വിജയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി അതിൻ്റെ സ്വാധീനം ആ സിനിമയ്ക്ക് ഉണ്ടായിരിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി പ്രതികൂലമായി പറയാവുന്ന കാര്യങ്ങൾ: ഒന്ന്, ഗാനങ്ങളില്ലെങ്കിലും സിനിമയും നാടകവും നിലനിൽക്കും. അതായത് സിനിമയ്ക്കും നാടകത്തിനും ഗാനങ്ങൾ അത്യാവശ്യമാണ് എന്ന ഒന്നില്ല. കലാപരമായ മികവിന് പാട്ടുകൾ നിർബന്ധമില്ല. നല്ല കഥയാണെങ്കിൽ അവിടെ നാടകവും സിനിമയും മുന്നേറിക്കൊണ്ടിരിക്കും. അവിടെ പാട്ടുകൾക്ക് സ്ഥാനമില്ല. ചില സിനിമയിൽ ഗാനത്തിന് വേണ്ടി പാട്ടുകൾ ഉൾപ്പെടുത്താറുണ്ട്. സിനിമയല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അതിൽ പാട്ടുകൾ ഉൾപ്പെടുത്തുന്ന സമ്പ്രദായമുണ്ട്. അവസാന പോയിന്റ്: ഗാനങ്ങൾ പരാജയമാണെങ്കിൽ അത് സിനിമയെ ബാധിക്കും.
നമ്മൾ അനുകൂലമായതിൽ പറഞ്ഞിരുന്നു, പാട്ടുകൾ ഓഡിയോ റിലീസ് സമയത്ത് പാട്ടുകൾ മികച്ച വിജയമാണെങ്കിൽ അത് സിനിമയെ ബാധിക്കുമെന്നുള്ളത്. അതുപോലെ തന്നെ ഓഡിയോ റിലീസ് സമയത്ത് പാട്ടുകൾ പരാജയമാണെങ്കിൽ അതും സിനിമയെ ബാധിക്കും. ഇത്രയാണ് ഖൽബിലെ നിലാവ് എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളായി കാണാൻ സാധിക്കുന്നത്. കുട്ടികൾ കൃത്യമായ രീതിയിൽ എഴുതിയെടുത്ത് പഠിക്കാനായി ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം. നന്ദി.